Welcome. In this video, you are going to clear some of the doubts that you expressed to my previous video. So if you watch this video till the end, you will get a very good understanding about some of the things like will you fail in Viva? What are the chances of failure? Secondly, how the questions will be asked from the project. Then how the questions will be asked from the criticism paper. How the questions will be asked from the language paper. Before that, I want to thank you for being here with me and trusting me and learning from me. And one more thing, remember there are no fixed pattern for Viva questions. It's totally dependent upon the teacher who is coming to Viva you. So ultimately it varies. Having said that, just jump in and see what happens. Okay, so MA Viva model questions. That's how I have titled this. And as I told you, this is a sequel to my previous video, MA English Viva. So if you haven't watched that, sometimes this may not make any sense. So the first question many students asked me to my previous video was, will I fail in Viva boss? Vivaki തോൽക്കാൻ സാധ്യതയുണ്ടോ മാഷേ എന്നാണ്. To be honest with you, വൈവയ്ക്ക് തോൽപ്പിക്കാറില്ല. പക്ഷേ ഒന്നും പറയാതെ അവിടെ വന്നിരിക്കാനാണ് ഭാവമെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ തോറ്റുപോകാൻ സാധ്യതയുണ്ട്. വൈവയ്ക്ക് എങ്ങനെയാണ് മാർക്ക് ഇടുന്നത് എന്ന് ഞാൻ പറയാം. ആദ്യം സബ്മിറ്റഡ് പ്രോജക്റ്റ്. നിങ്ങൾ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോജക്റ്റിന് നിങ്ങൾക്കറിയാമല്ലോ മാക്സിമം 120 മാർക്സാണ്. മിനിമം 60 മാർക്ക് ഇടണം എന്നുള്ളതാണ് ഒരു കണക്കുള്ളത്. 60-ൽ കുറച്ച് ഇടില്ല. സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 60 മാർക്ക്, മാക്സിമം ഒരു 110 മാർക്ക് വരെ ഇടും. അത് ഏറ്റവും എക്സലൻ്റ് ആൻഡ് പെർഫെക്റ്റ് പ്രോജക്റ്റ് ആണെങ്കിൽ. അല്ലെങ്കിൽ 60-നും ഒരു 90-നും 100-നും ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അത് സബ്മിറ്റ് ചെയ്താൽ. പിന്നെ വൈവയ്ക്കാണ് വരുന്നത്. വൈവയ്ക്ക് 80 മാർക്കാണ്. വൈവ റൂമിൽ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കയറിയിരുന്ന് പ്രസൻറ്റ് ചെയ്താൽ എന്താണെന്ന് പറഞ്ഞാൽ മിനിമം 40 മാർക്ക് ഇട്ട് തരണം എന്നുള്ളതാണ് അതിൻ്റെ നിയമം. മാക്സിമം 70, ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ 72 73 മാർക്ക് ഇട്ട് തരും. അപ്പോൾ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്ത് വൈവ റൂമിൽ കയറി ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആ പരീക്ഷ പാസ്സായി എന്നർത്ഥം. ആബ്സെൻ്റ് ആണെങ്കിൽ തോൽക്കും. വൈവയ്ക്ക് അങ്ങനെ തോൽപ്പിക്കാറില്ല. അതൊരു എന്താ പറയുക, നമുക്കറിയാം ദാറ്റ് ഈസ് എ വേ എന്ന് കരുതി ഒന്നും പഠിക്കാതെ കോൺഫിഡൻസ് ആയിട്ട് ചെല്ലരുത്. കാരണം ഞാൻ പറഞ്ഞല്ലോ അതിനുള്ള വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ളതുണ്ട്. കാരണം അതൊരു പരീക്ഷയാണല്ലോ. ഇനി സെക്കൻഡ്ലി കോംപ്രിഹെൻസീവ് വൈവയാണ്. കോംപ്രിഹെൻസീവ് വൈവ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയില്ല 150 മാർക്കിൻ്റെ ഒരു ഫുൾ പേപ്പറാണ്. അതിൽ മിനിമം 75 മാർക്ക് എങ്കിലും ഇടണം എന്നുള്ളതാണ് കണക്ക്. പക്ഷേ അത് എങ്ങനെയാണ് ചോദ്യം ചോദിച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ എങ്ങനെ ചോദിക്കും എന്ന് നിങ്ങൾക്കൊരു പേടി ഉണ്ടാവും. നിങ്ങളൊരു കാര്യം ഇപ്പോഴും മനസ്സിലാക്കണം, ഇതിനൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇല്ല. അപ്പോൾ ആദ്യം നമ്മളൊരു കുട്ടിയോട് ഒരു കോർ പേപ്പർ ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയുന്നതിൽ നിന്നേ ചോദിച്ചു തുടങ്ങുള്ളൂ. നിങ്ങൾ അറിയും എന്ന് പറയുന്ന ഒരു വോക്കിലെ ബേസ് ചെയ്തിട്ടേ ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. അറിയാത്ത ചോദിക്കില്ല. അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ചോദിക്കും. അതല്ല നിങ്ങൾക്ക് അധികം റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബേസിക് മാർക്ക് ഇട്ട് ആ കുട്ടീനെ പാസ്സാക്കി വിടും. അപ്പോൾ വൈവയ്ക്ക് തോൽക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തോൽക്കണമെങ്കിൽ ആബ്സെൻ്റ് ആവണം, അല്ലെങ്കിൽ അവിടെ പോയി വായ തുറക്കാതിരിക്കണം, ഒന്നും മിണ്ടാതെ. എങ്കിൽ മാത്രമേ അപ്പോഴും അങ്ങനെയാണെങ്കിൽ പിന്നെ സാധ്യതയുണ്ട്. കാരണം അൾട്ടിമേറ്റ്ലി ഒന്നും പറയാത്തൊരു കുട്ടീനെ പാസ്സാക്കാൻ പറ്റില്ല എന്നൊരു പ്രശ്നം വരും. അതർവൈസ് വൈവയ്ക്ക് ജയിക്കും, അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം വരുന്നത്, വാട്ട് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി എക്സ്പെക്ട് ഫ്രം ദ പ്രോജക്റ്റ്. ഇത് റെഗുലർ സ്റ്റുഡൻസിനുള്ളതാണ്. അപ്പോൾ പ്രോജക്റ്റിൽ നിന്ന് എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ള ചോദ്യം. പ്രോജക്റ്റിൽ നിന്ന് ഒരു 6-7 ചോദ്യങ്ങളാണ് ചോദിക്കുക. ഓക്കെ, ആദ്യം യു ഹാവ് ടു മേക്ക് ദ പ്രസൻറ്റേഷൻ. സോ വി വിൽ ലിസൺ ടു ഇറ്റ്. റിമെമ്പർ, വി ആർ കമ്മിങ് ദെയർ ആഫ്റ്റർ റീഡിങ് യുവർ പ്രോജക്റ്റ്. സോ വി ഹാവ് എ വെരി ഗുഡ് ഐഡിയ അബൌട്ട് വാട്ട് യു ഹാവ് റിട്ടൺ. Then certainly we will ask, why did you select such a work? What is the relevance of choosing a work? പലപ്പോഴും ഒരു വർക്ക് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങൾക്ക് എന്ത് വാലിഡിറ്റി ആണുള്ളത് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. ദെൻ ഇഫ് യു ഹാവ് ടേക്കൺ തിയറി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളിൽ പോസ്റ്റ് കൊളോണിയലിസം, ഫെമിനിസം എന്ന ടേംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ചോദിക്കും. ഹു ആർ ദ മേജർ തിയറിസ്റ്റ്, പിന്നെ എന്തുകൊണ്ടാണ് ഈ തിയറിസ്റ്റിനെ ഉപയോഗിച്ചത്, വാട്ട് ആംഗിൾ ഓർ വാട്ട് പ്രോബ്ലം വെർ യു ട്രൈങ് ടു സോൾവ്, എന്താണ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്, എന്താണ് കണ്ടുപിടിച്ചത്. പിന്നെ വർക്ക്സിനെ കുറിച്ച് ഇപ്പോൾ ഒരു ഫിലിമാണ് എടുത്തെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഡയറക്ടർ ആരാണെന്ന് ചോദിക്കും, ഏത് വർഷമാണ് റിലീസായെന്ന് ചോദിക്കും, ഏതെങ്കിലും ബുക്കിൽ നിന്ന് അഡാപ്റ്റ് ചെയ്താണോ ചോദിക്കും. അതായത് അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാമോ എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ട് ചോദിക്കും. ഹൂ കോയിൻ ദ ടേം എന്നൊക്കെ ചോദിക്കും.
അപ്പോൾ അൾട്ടിമേറ്റ്ലി അതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ് ആൻഡ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. ചിലപ്പോൾ അതുപോലെ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്നും ചോദിക്കും, അതായത് പക്ഷെ ഒരു വരിയൊന്നും എടുത്ത് കോട്ട് ചെയ്തിട്ട് വാട്ട് യു മീൻ എന്നൊന്നും ചോദിക്കില്ല. മിക്കതും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന രീതിക്ക് ചോദിക്കുള്ളൂ. ഒരിക്കലും എന്താ പറയുക, നിങ്ങൾ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലൊരു എന്താ പറയുക ഒരു സമീപനം വൈവ ബോർഡിൽ നിന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് എ വെരി ഗുഡ് ഡയലോഗ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളെല്ലാം ഇങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരാണ്. Okay, you are following our footsteps, which we are very much aware of. So, we will not treat you bad. It's promise. ഇനി നമുക്ക് വാട്ട് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഫ്രം ക്രിറ്റിസിസം പേപ്പർ. ഇത് പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ക്രിറ്റിസിസം പേപ്പറിൽ നിന്ന് എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ക്രിറ്റിസിസം പേപ്പറിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അരിസ്റ്റോട്ടൽ നിന്നാണെങ്കിൽ ട്രാജഡി, ഡിഫൈൻ ട്രാജഡി എന്ന് ചോദിക്കും. വാട്ട് ഈസ് ദ what you may call ഹമേഷ്യ അല്ലെങ്കിൽ പെരിപ്പറ്റിയ. Then we will ask you about which one, how Aristotle looked at, sorry, that part leave it. Then from Philip Sidney, what were the 4 attacks of Stephen Gozen? When was this Apology for Poetry was written? When was the preface written for Lyrical Ballads? What is Wordsworth's theory of poetry? And similarly, what is tradition according to Eliot? What is impersonal theory of poetry? What is close reading in language of paradox? What do you mean by archetypes? What are the different archetypes? Then what do we call Vakroti, theory of rasa? Obviously, how rasa is defined. What is Vyabhichari Bhavas? Similarly, questions, very simple and similar direct questions will be asked by the examiner board. And what questions can be expected from the language paper? Language paper എന്ത് ചോദ്യങ്ങളുണ്ടാവും എന്നാണ് അടുത്ത ചോദ്യം വന്നത്. അൾട്ടിമേറ്റ്ലി ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, features of old English period, the different periods of English period, what's the difference between American English and British English, Indian English, specialities of, what is the contribution of Shakespeare, similarly Pidgin and Cyril. Ultimately, what you may call, these kind of questions can be asked. Sometimes they may ask what is great vowel shift. So all the questions will be direct and can be asked. And now, what are the tips? One of the positive tips, as I told you, is to be honest in the Viva room and be bold and louder. എപ്പോഴും ഉറച്ച് പറയുന്നതാണ് അതിൻ്റെ ഒരു തിയറി. പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു റെഗുലർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു മോക്ക് വൈവ് കഴിഞ്ഞിട്ടുണ്ടാവും. മോക്ക് വൈവ് കഴിയുമ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് കോൺഫിഡൻസ് പോയിട്ടുണ്ടാവും. ഞാൻ തന്നെ ഓർക്കുന്നു, ഞാൻ എൻ്റെ മോക്ക് വൈവ് കഴിഞ്ഞപ്പോൾ എന്നോട് ടീച്ചേഴ്സ് പറഞ്ഞത്, പ്രദീപ നിനക്കൊന്നും അറിയില്ല, പോയിരുന്നല്ല ആദ്യം തൊട്ട് പഠിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓർക്കുന്നു, വെള്ളിയാഴ്ച ആയിരുന്നു മോക്ക് വൈവ, മൺഡേയാണ് പരീക്ഷ. ഐ വാസ് സോ പാനിക്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അഡ്രിനാലിൻ റഷിന് വേണ്ടി ചെയ്യുന്നതാണ്. ബട്ട് ഐ സ്റ്റഡീഡ് ആൻഡ് ഐ ഗോട്ട് ദ മാക്സിമം മാർക്ക് ഫോർ വൈവ. അപ്പോൾ അതൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അത് പൊതുവേ ടീച്ചേഴ്സ് നിങ്ങളൊന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ SD സ്റ്റുഡൻസ് ആണെങ്കിൽ ഒന്ന് നന്നായിട്ട് നോക്കി വരണം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നത് ചോദിച്ച് ഇങ്ങനെ പോവുള്ളൂ. അറിയാത്തൊരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചോദിക്കില്ല, അവിടെ നിർത്തും. ബേസിക് മാർക്കിടും, നിങ്ങളെ പാസ്സാക്കും. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ആൻഡ് ബിഫോർ യു ലീവ്, ഇഫ് യു വോണ്ട് ടു കണക്ട് വിത്ത് മീ പേഴ്സണലി, you can join my free Facebook group. It's totally free. There is no money involved, nothing. That is just to connect with you personally. And thank you very much. I wish you all the very best for the Viva. I'll see you in another video. Until then, bye-bye.